നമ്മളിതാ നമ്മുടെ വീട്ടിൽ തന്നെ ചക്ക വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. ഈ വർഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടായിട്ടുള്ളത്. ആൻഡ് നമ്മൾ കുറച്ച് മൂത്തൊരു ചക്ക എന്ന് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള ചക്ക നോക്കി കട്ട് ചെയ്യാണ്. നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴുത്തിട്ടില്ല, പഴുക്കാനുള്ള മൂപ്പൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. നമുക്ക് രണ്ടു പേർക്കും ചക്കയുടെ മൂപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ ചക്ക വെട്ടിയിട്ടിട്ടുണ്ട്. ഇത്തവണ ചക്ക വളരെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പ്ലാവ് നിറയെ ചക്ക ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ചക്ക വളരെ കുറവാണ്. ചക്ക രാവിലെ നമ്മൾ വെട്ടിയെടുത്തത് വൈകിട്ട് നമ്മൾ എത്താൻ ഒരുപാട് ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇത് വെക്കാമെന്നുള്ളത് ഓർത്തിട്ടാണ്. കണ്ടോ, 10:45 ആവാറായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, കുട്ടൻ എത്താൻ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചക്കയുടെ കൂടെ നമ്മൾ ചിക്കനാണ് വെക്കുന്നത്. നമുക്ക് ചിക്കനും ചക്കയും ആ ഒരു കോംബോ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിൽ വറുത്തരച്ചിട്ടൊക്കെയാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത്. കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വെക്കുന്നത്. ആൻഡ് ചിക്കൻ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്തരച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ചേർക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ അല്ലേ എന്നുള്ളത്. ആൻഡ് നമ്മളിതാ വറുത്തരച്ച് തേങ്ങ വറുത്തത് അരച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനിടയിൽ തന്നെ നമ്മൾ 3-4 വട്ടം തല്ലും വഴക്കൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിണങ്ങി ഞാനിതാ ഡോറ് ലോക്ക് ചെയ്തു. നമ്മുടെ ആ ഒരു ഡോറിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഡൈനിങ് ഹാള് നമ്മുടെ ലിവിങ്ങിൽ നിന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചുറ്റി വരണം. അങ്ങനെ ഞാൻ ചുറ്റി വന്നിട്ട് ബെല്ലടിക്കുകയാണ്, ആളെ വിളിക്കുകയാണ്. പിണക്കൊക്കെ കഴിഞ്ഞു. കാരണം ഏകദേശം ഒരു ഹാഫ് ആൻ അവറായി ഞാൻ പിണങ്ങിയിരിക്കണു. ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചണിൽ എൻ്റെ ബാക്കി ഡ്യൂട്ടീസൊക്കെ തീർത്തിട്ടുണ്ട്. ആൻഡ് പക്ഷേ ആളെ കാണാതെ അങ്ങനെ ഇരിക്കാനൊരു സുഖമില്ല. അങ്ങനെ എൻ്റെ പിണക്കത്തിൻ്റെ രാജിക്കത്ത് ഞാൻ ഏൽപ്പിച്ചു. ദെൻ നമ്മൾ തിരിച്ച് കുക്കിങ്ങിലേക്ക് പോവാണ്. ചക്ക നന്നായിട്ട് ഇത് ഒരേ കണക്കിന് അരിയണം കേട്ടോ. പലതും പല തിക്നെസ്സിൽ പറ്റില്ല. ഏകദേശം ഒരേ തിക്നെസ്സിലായിട്ടുണ്ടെങ്കിലാണ് വേവ് കറക്റ്റ് ആവുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കുക്കറിനകത്ത് തന്നെയാണ് വെക്കുന്നത്. കാരണം എനിക്ക് ഈ ഒരു കുക്കറാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അല്ലാത്ത അലൂമിനിയത്തിൻ്റെ കുക്കറുണ്ട്, വേറെ വായുടെ ഭാഗം വേറെ രീതിക്ക് വരുന്നത്. പക്ഷെ അതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. സോ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചക്കയിലേക്ക്. ഇതിനകത്ത് തേങ്ങ, നല്ല ജീരകം, കാന്താരി മുളക് ആൻഡ് വെളുത്തുള്ളി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി നമ്മളിതിൽ ചേർക്കില്ല കേട്ടോ. ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഓക്കെ ആവില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ ചക്കയ്ക്ക് ഇതിനകത്ത് വെള്ളം വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഈ അരപ്പ് മുകളിൽ ഇട്ടിട്ട് വെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളം വളരെ കുറച്ച് മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മുടെ മഴയത്ത് അങ്ങനെ നിന്നിട്ടുള്ള ചക്ക ആയതുകൊണ്ട് ചക്കയ്ക്കകത്ത് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചക്കയ്ക്കകത്ത് വെള്ളം ഇച്ചിരി നമ്മൾ ഒഴിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കും, ഭയങ്കര ലൂസായിപ്പോവും. നമ്മുടെ കറിവേപ്പില ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് രണ്ടുപേർക്കും കറിവേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇങ്ങനെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. വേറൊരു വലിയ പാത്രത്തിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തിട്ടിട്ട് കുറച്ച് കുറച്ച് എടുക്കുകയാണ് ചെയ്യാറ്. ആൻഡ് ചക്ക ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ കുക്കറിനകത്താക്കേണ്ട അളവിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചു. ആൻഡ് ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ സിമ്മിലിടും. എന്നിട്ട് ഒരു വിസിൽ കൂടി. ഞാൻ ഇങ്ങനെയാണ് ചക്ക വേവിക്കുന്നത് കേട്ടോ. എനിക്കത് കറക്റ്റ് വേവാണ് കിട്ടാറ്. നമ്മൾ രണ്ടാമത്തെ വിസിൽ സിമ്മിൽ വന്നു കഴിഞ്ഞു. ആൻഡ് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് കുക്കറിൻ്റെ എയർ കളയുകയാണ്. എയർ കളയുന്ന അതിങ്ങനെ ചുമ്മാ വെച്ചിട്ടല്ല, ലൈക്ക് ഞാൻ ആ വിസിലിൻ്റെ അടിയിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു വിസിലിങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെ ആ ഒരു ആവി പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ടേസ്റ്റ് നോക്കാൻ. കാരണം ഇപ്പോൾ ഉപ്പാണേലും അരപ്പാണേലും ഒക്കെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, എല്ലായിടത്തും ഒരേപോലെ അതിൻ്റെ ടേസ്റ്റ് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സ്പീഡിലിട്ടിട്ടാണ് കാണിച്ചു തരുന്നത്. ടൈം നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. സോ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക്
ജസ്റ്റ് ടേസ്റ്റ് നോക്കി. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഞാനിത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോർമലി ഞാനിങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കറിവേപ്പിലേക്ക് ഇടാറുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചു കേട്ടോ. ആൻഡ് നമ്മളിതാ കഴിക്കാനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചക്ക ആൻഡ് നമ്മൾ ചെറിയൊരു ചമ്മന്തി കൂടെ ഇടയിൽ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സമയം നോക്കിക്ക് 12:30 ആയിട്ടുണ്ട്. ഇത്ര ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ബട്ട് സാധനം അടിപൊളിയാണ്.